സീരിയസ് അക്കൗണ്ടന്റ്മാരുടെ ടാലി പരിശീലനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 2024-25 സാമ്പത്തിക വർഷത്തിലെ ടാലി എൻട്രി തുടങ്ങിയതിന് ശേഷം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത അക്കൗണ്ടന്റ്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഈ വർഷത്തെ ടാലി എൻട്രിയിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. നിലവിലെ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഗേറ്റ്വേ ടാലിയിൽ നിന്ന് ബാലൻസ് ഷീറ്റ് ഓപ്പൺ ചെയ്യുക, ഓൾട്ട് F1 അടിച്ച് ഡീറ്റെയിൽ നോക്കുമ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് ഐറ്റം മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഈ കാണുന്ന ഇനങ്ങൾ റെഗുലർ എൻട്രിയുടെ ഭാഗമായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ചില ഹെഡുകൾ മാത്രമാണ്. കൂടാതെ ഇവിടെ ഓപ്പണിംഗ് ബാലൻസിൽ ഡിഫറൻസും കാണിക്കുന്നുണ്ട്. തന്നെയുമല്ല അസറ്റും ലയബിലിറ്റിയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം ഇപ്പുറത്തോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ കിടക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൃത്യമായി ഇതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബാലൻസ് ഷീറ്റ് 1/4 മുതൽ 13 നവംബർ 2024 വരെയുള്ള ബാലൻസ് ഷീറ്റാണ് നമ്മൾ കാണുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണുന്നതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. F2 പ്രസ് ചെയ്ത് 1/4/24 മുതൽ 1/4/24 വരെ ഡേറ്റ് കൊടുക്കുക. ഓപ്പണിംഗ് പീരീഡും 1/4/24, ക്ലോസിംഗ് പീരീഡും 1/4/24 തന്നെ കൊടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെ ഐറ്റം എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൻ്റെ എൻട്രി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1/4/24 ഡേ ബുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഡിസ്പ്ലേ ഡേ ബുക്ക് F2 1/4/24 ഡേറ്റ് കൊടുക്കുക. ഇത് പരിശോധിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ 1/4/24 വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ ആർക്കെങ്കിലും 1/4/24 റെസിപ്റ്റുകളോ പേയ്മെന്റോ വന്നിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് ആ എൻട്രിയെ 2/4/24 ഒന്ന് മാറ്റി കൊടുക്കുക. ഡേറ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതിയാവും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെ തിരിച്ച് 1/4/24 തന്നെ തിരിച്ച് എൻട്രി ചെയ്യാവുന്നതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1/4/24 എൻട്രികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡേറ്റ് ഒന്ന് മാറ്റി 2/4/24 ആക്കാം. നമ്മൾ വീണ്ടും ബാലൻസ് ഷീറ്റ് എടുക്കുകയാണ്. ഡേറ്റ് 1/4/24 മുതൽ 1/4/24 വരെ കൊടുക്കുക. ഇതാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. ഡീറ്റെയിൽസ് കാണുന്നതിന് വേണ്ടിയിട്ട് ഓൾട്ട് F1 പ്രസ് ചെയ്യാം. ഇതിൽ കാണുന്ന പോലെ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ട്, ബൾക്ക് ലോൺ ഫണ്ട് ഉണ്ട്, ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ, AHCRP ഓണറേറിയം, ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ട്. അസറ്റ് സൈഡിൽ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള വിവിധ ലോണുകളുണ്ട്. ഇതെല്ലാം ബാലൻസ് കാണുന്നത് 1/4/24 ബാലൻസ് ആയിരിക്കും. ക്യാഷ് ഇൻ ഹാൻഡ്, ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെമോ ആയി ചെയ്യുന്ന അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കാണുന്നത് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ട്. 21,90,398 രൂപ. അത് അസറ്റ് സൈഡിൽ കുറവാണ് കാണിക്കുന്നത്. ലയബിലിറ്റി സൈഡിൽ ടോട്ടൽ എമൗണ്ട് 26,22,167. ഇതൊരു ഇമാജിനറി ബാലൻസ് ഷീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഐറ്റവും എമൗണ്ടും ഒക്കെ വ്യത്യാസപ്പെടാം. ഇപ്പൊ അസറ്റ് സൈഡിൽ നമുക്ക് വളരെ കുറവ് എമൗണ്ട് മാത്രമേ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് 21,90,389 രൂപ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബാലൻസ് ഷീറ്റ്
ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ആ ബാലൻസ് ഷീറ്റും ഇതുകൂടെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ബാലൻസ് ഷീറ്റിന്റെ കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് ഇതിൽ വന്നിട്ടുള്ള എമൗണ്ടുകളെല്ലാം അതിലേക്കൊന്ന് ടിക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ക്യാപിറ്റൽ ഫണ്ട്, ഓൺ ഫണ്ടിന്റെ ക്യാപിറ്റൽ ഫണ്ട് 8,99,983 എന്റെ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ മാർക്ക് ചെയ്യുക. ബൾക്ക് ലോൺ ഫണ്ട് ബാലൻസ് ഇത് കറക്റ്റ് ആണെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ എന്ന് പറഞ്ഞിട്ട് NRLM ഫണ്ട് ഉണ്ട്, പ്ലാൻ ഫണ്ട് ഉണ്ട്. ഇതിൽ ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ള എമൗണ്ട് നോക്കി ടിക്ക് ചെയ്യുക. AHCRP ഓണറേറിയം, ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ട്. ഇങ്ങനെ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നിന്നും ഇതിലേക്ക് വന്നിട്ടുള്ള ഫണ്ടുകൾ മാത്രം ടിക്ക് ചെയ്യുക. വരാത്ത ഫണ്ടുകളെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇനി ഈ വന്നിരിക്കുന്ന ഐറ്റത്തിൽ ഏതെങ്കിലും എമൗണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും വരാത്തവയെ എങ്ങനെയാണ് ഇതിലേക്ക് പുതുതായി ചേർക്കുന്നത് എന്നുള്ള കാര്യമാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ എൻട്രിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടുത്തെ പ്രധാന ഒരു പ്രശ്നം നമ്മൾ കണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. ഇതിൽ ഒറ്റ ബാങ്ക് അക്കൗണ്ടേ ആഡ് ചെയ്തിട്ടുള്ളൂ, CFന്റെ മാത്രം. അപ്പൊ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ആഡ് ചെയ്യാനുണ്ടാവും, അതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഇടാനുണ്ടാവും. അതൊക്കെ കൊണ്ടാണ് നമ്മുടെ ബാലൻസ് ഇത്രയും ഡിഫറൻസ് ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ഇനി ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ലെഡ്ജറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് കാണുന്നത് NHG ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്ന ലെഡ്ജർ ഇവിടെ കാണുന്നുണ്ട്. അതിൽ ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ നേരെ എമൗണ്ട് കാണിക്കാത്തത്. നമ്മൾ അതിനകത്ത് എൻട്രി വരുത്തിയിട്ടുണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എൻട്രി വന്നിട്ടുണ്ടാവും, പക്ഷെ അതിനകത്ത് എമൗണ്ട് ഓപ്പണിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് NHG ഓഡിറ്റ് ഫീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ എൻട്രി ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതേ പ്രോസസ്സ് തന്നെയാണ് നിലവിലുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ NHG ഓഡിറ്റ് ഫീസിന്റെ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഗേറ്റ്വേ ടാലിയിൽ പോവുക. അവിടുന്ന് ഓൾട്ടർ എടുക്കുക. ഓൾട്ടർ സെലക്ട് ചെയ്യുക, ലെഡ്ജർ സെലക്ട് ചെയ്യുക, അവിടെ NHG ഓഡിറ്റ് ഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക. NHG ഓഡിറ്റ് ഫീസ് കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുത്തിട്ടില്ല. അവിടെ താഴെ വരുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആസ് ഓൺ 1st April 2024 അവർ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു 8,500 രൂപ കൊടുക്കുകയാണ്. ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഇത് നമ്മൾ നിലവിൽ മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ മുകളിൽ നമ്മൾ കറണ്ട് ലയബിലിറ്റി ആണോ, കറണ്ട് അസറ്റ് ആണോ, ഫിക്സഡ് അസറ്റ് ആണോ, ലോൺ ആണോ, ലയബിലിറ്റി ആണോ എന്ന് ഇവിടെ കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ ബാലൻസ് അവിടെ ഡിഫൈൻ ചെയ്ത്, ഈ ക്രെഡിറ്റ് ബാലൻസ് ആണോ ഡെബിറ്റ് ബാലൻസ് ആണോ എന്നുള്ളത് സിസ്റ്റം ഡിഫൈൻ ചെയ്യും. നിലവിൽ നമ്മൾ വരുന്നത് അത് എൻ്റർ ചെയ്ത് കറക്റ്റ് ആയിട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കവിടെ മാറ്റി കൊടുക്കേണ്ട ചില അവസരങ്ങളുണ്ടാവും. നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒരു -8,000 രൂപ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അഡ്വാൻസ് കൊടുത്തതിന്റെ ഒരു മൈനസ് ഫിഗറോ ഒക്കെ കാണിച്ച് ചില ഓഡിറ്റേഴ്സ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ മൈനസ് ചേർക്കുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരുന്നിടത്ത് ഡെബിറ്റ് ബാലൻസ് കൊടുത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. തൽക്കാലം ഡയറക്റ്റ് മൈനസ് ഇല്ലാത്തടത്താണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്ന ഡെബിറ്റും ക്രെഡിറ്റും തന്നെ കൊടുത്താൽ മതിയാവും. നമ്മൾ അതിനെ മാറ്റി ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് ഒരു ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. അത് വരുന്നത് ഡിഫോൾട്ട് തന്നെ പൊയ്ക്കോളും. ഇങ്ങനെയാണ് നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് ലെഡ്ജറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടന്റ് സാലറി ഉണ്ടോ? ഓക്കെ, അക്കൗണ്ടന്റ് സാലറിക്ക് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഇട്ടിട്ടുണ്ട്. അത് അണ്ടർ NRLM ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളവിടെ ഡയറക്റ്റ് ഇത് കാണാതെ പോയത്. നമ്മളിപ്പോൾ ഹെഡ് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണാം. ഒന്നും നേരിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അടുത്ത സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഇത് ഇല്ലാത്ത വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്, ഹെഡ് ഇല്ലാത്ത. ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹെഡ് ഇല്ലാത്ത വീഡിയോസ് ആയിരിക്കും. അതിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പുതിയ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചപ്പോൾ വന്നിട്ടില്ലാത്ത ചില എൻട്രീസ്, ഇപ്പൊ നമ്മുടെ ഓഡിറ്റ് ഫീസിന്റെ എൻട്രി വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഓഡിറ്റ് ഫീസിന്റെ എൻട്രി 8,500 വന്നിട്ടുണ്ട്.
അപ്പം നമ്മുടെ ഡിഫറൻസ് എമൗണ്ട് കൂടിയിട്ടുമുണ്ട്. ഇതാണ് നിലവിൽ നമ്മളുടെ എക്സിസ്റ്റിംഗ് ലെഡ്ജറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നത്. ഇനി ഒരു ലെഡ്ജർ എക്സിസ്റ്റിംഗ് ആണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അത് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ട് ടാലി ചെന്നിട്ട് ഓൾട്ടർ കൊടുക്കുക, അവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യുക, അക്കൗണ്ടന്റ് സാലറി അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്താ അക്കൗണ്ടന്റ് സാലറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടോ എന്ന് നോക്കുക. അത്രമാത്രം ചെയ്താൽ മതി. ഇത് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഓണർ അറിയാം. നമുക്കിവിടെ കാണാൻ കഴിയാതിരുന്ന് ഡയറക്റ്റ് കാണാൻ കഴിയുന്നില്ല, എന്ന് ചെയർപേഴ്സൺ ഓണറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്താ ചെയർപേഴ്സൺ അടിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ട്, അവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. ഇത് നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കാം, 8000 രൂപ. സേവ് ചെയ്ത് പോകാനേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മൾ നിലവിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചു. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വന്നിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ടിക്ക് ചെയ്തു. ഇനി കുറച്ചായിട്ട് കൂടി നമ്മുടെ ടാലിയിലേക്ക് വരാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. അവയെ നമുക്ക് എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എനിക്ക് ഉദാഹരണത്തിന് പറയാനുള്ളത്, അഗ്രി ന്യൂട്രി ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിന്റെ എൻട്രി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ വരിക, ക്രിയേറ്റ് എൻട്രി ചെയ്യുക, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, അഗ്രി ന്യൂട്രി ഗാർഡൻ എക്സ്പെൻസ്. ഞാൻ തൽക്കാലം അത് കറണ്ട് ലയബിലിറ്റീസിലാണ് കൊടുക്കുന്നത്, ഹെഡിനകത്ത് കൊടുക്കുന്നില്ല. കറണ്ട് ലയബിലിറ്റീസ്, കാരണം അത് ചിലവഴിക്കാനുള്ള ഫണ്ടാണ്. അവിടെ കോസ്റ്റ് സെന്റർ ഓൺ ആണ്. കോസ്റ്റ് സെന്റർ വേണ്ടി വരും, ആർക്കാ കൊടുക്കുന്നത് എന്നുള്ളത് എൻട്രി ചെയ്യാൻ കോസ്റ്റ് സെന്റർ വേണ്ടി വരും. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കിടപ്പുണ്ട്, 10500 രൂപ കിടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, എൻട്രി ചെയ്തു. ഇവിടെ കറണ്ട് ലയബിലിറ്റി കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആണ് വന്നത്. ഇത് സേവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുന്നത്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ പല അക്കൗണ്ടുകളും ഇങ്ങനെ ചലിക്കാതെ കിടപ്പുണ്ടാവും. അതുകൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഓപ്പൺ എൻട്രി ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ടാലിയായി വരികയുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഓരോ സൈഡ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നുകിൽ ലയബിലിറ്റി സൈഡ് ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ അസറ്റ് സൈഡ് നമ്മൾ ആദ്യമേ ചെയ്യുക. ഒരു സൈഡ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അടുത്ത സൈഡിലേക്കുള്ള എൻട്രിക്ക് പോകാവുള്ളൂ. അസറ്റ് ലയബിലിറ്റി മാറി എന്തെങ്കിലും എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലോട്ട് പോകും. അതുകൊണ്ട് ഒരു സൈഡ്, ഇപ്പം നമ്മുടെ ലയബിലിറ്റി സൈഡ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, 26,49,167. ഇനി ഇതനുസരിച്ച് നമ്മുടെ അസറ്റ് സൈഡിലേക്ക് പോവാണ്. ഇതിൽ ഡിഫറൻസ് വരുന്നത് 22,17,389 രൂപ ഇവിടെ അസറ്റ് സൈഡിൽ വന്നെങ്കിൽ മാത്രമേ ഈ ബാലൻസ് ഷീറ്റ് ടാലി ആവുള്ളൂ. അപ്പോൾ എപ്പോഴും ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ് 14 മുതൽ 14/24 തന്നെയാണ് എന്നുള്ളത് ഉറപ്പാക്കണം. ഡേറ്റ് മാറ്റിയിട്ട് ചെയ്ത അബദ്ധം സംഭവിക്കരുത്. ഓക്കെ, ഇനി കാസ് ഓഡിറ്റിന്റെ ടോട്ടൽ, ബാലൻസ് ഷീറ്റിന്റെ ടോട്ടലും നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ടോട്ടലുമായിട്ട് ഡിഫറൻസ് ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ചില ട്രെയിനിങ് അഡ്വാൻസ് കൊടുക്കുന്ന സമയങ്ങളിൽ കാസുകാർ ഒരു ലയബിലിറ്റി സൈഡിൽ മൈനസ് ഇട്ട് കാണിക്കാറുണ്ട്. ശരിക്കും അത് ട്രെയിനിങ് അഡ്വാൻസ് കൊടുക്കുന്നതും അതർ അഡ്വാൻസ് കൊടുക്കുന്നതും CDSനെ സംബന്ധിച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റ് ആണ്. അത് തിരിച്ചു കിട്ടാൻ ഉത്തരവാദിത്തമുള്ളതാണ്, ബാധ്യതയുള്ളതാണ്. തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഫണ്ടുകൾ എപ്പോഴും CDSനെ സംബന്ധിച്ച് അസറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും എമൗണ്ട് മൈനസ് ഇട്ട് നമ്മുടെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ലയബിലിറ്റി സൈഡിൽ കാണിച്ചിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് അത് അങ്ങനെയല്ല, ഇപ്പുറത്ത് ലോൺസ് ആൻഡ് അഡ്വാൻസ് അസറ്റിലാണ് പോകേണ്ടത് എന്നുള്ളത് മാറ്റി തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടോട്ടൽ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം. അത് ബോധപൂർവം ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ അവർ മൈനസ് ഇട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ മൈനസ് തന്നെ ചെയ്യുക. ചെയ്തിട്ട് ടാലി ആക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങനെ ബുദ്ധിപൂർവ്വം അങ്ങോട്ടോ ഇങ്ങോട്ടോ അക്കൗണ്ടുകളോ ഹെഡുകളോ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റുക ചെയ്യാവുള്ളൂ.
ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ ഇത് അങ്ങനെ മാറ്റി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണ് ഡിഫറൻസ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരമുള്ള ഇടപാടുകൾ അതേപടി തന്നെ ടാലിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഇനി അസറ്റ് സൈഡിലെ കുറവ് നാം പരിഹരിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആകെപ്പാടെ CF-ന്റെ അക്കൗണ്ടിലേക്ക് ഒരു 40,000 രൂപ മാത്രമാണ് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബാങ്കിന്റെ തുകകൾ കൂടി നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് ബാങ്ക് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഇവിടെ ഓൺ ഫണ്ട് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടില്ല. ഇവിടെ കണ്ടോ, ബാങ്ക് അക്കൗണ്ട് അസറ്റ്സ് കറണ്ട് അസറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡെബിറ്റ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ 2 അക്കൗണ്ടുകൾ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒന്ന് CF-ഉം ഒന്ന് ഓൺ ഫണ്ടും. ഇനി നമുക്ക് 2-3 അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് എടുക്കുക, ലെഡ്ജർ എടുക്കുക, DFK അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുക. ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഉള്ള എമൗണ്ട് ബാലൻസ് ഷീറ്റിലെ പ്രകാരം കൊടുക്കുക. ഓക്കെ, നമ്മൾ ബാങ്ക് അക്കൗണ്ട് എല്ലാം പ്രോപ്പറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് 1,09,610 രൂപ ഇത് ലയബിലിറ്റി സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ അസറ്റ്സ് കൂടുതൽ, ലയബിലിറ്റി കുറവായിട്ടുണ്ട്. അവിടെ ഇനി വരാനുള്ള ഒന്ന് രണ്ട് ഐറ്റം കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും ഇത് ടാലിയായി മാറും. ഇപ്പൊ നോക്കാം, ഇപ്പൊ നമുക്കൊരു ബാലൻസ് ഷീറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡും ടാലി ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ്. ഇവിടുത്തെ ബാലൻസ് ഷീറ്റ്, അതായത് 1/4/24 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് 27,58,778 രൂപയാണ് ബാലൻസ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസാക്ഷനൊക്കെ എൻട്രി ചെയ്തതിന് ശേഷമുള്ള ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് നോക്കാം. 1/4/24 മുതൽ 31/3/25 വരെയുള്ള ബാലൻസ് ഷീറ്റ് നോക്കാം. ഇവിടുത്തെ ടോട്ടൽ 40,01,888 ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിലെ എല്ലാ ഐറ്റംസും ലോൺ ഫണ്ട് ഇത് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും വ്യത്യാസം മാറുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷനൂടെ ചേർന്ന് വരുന്ന ഐറ്റം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഡിഫറൻസ് വന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എൻട്രി ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എൻട്രി ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്.
ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കോപ്പി വെച്ചിട്ട് ഇതിൽ വന്നിട്ടുള്ള നിലവിൽ ഓപ്പണിംഗ് എൻട്രീസ് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുത്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ, ലോണുകളുടെ ഇൻഡിവിജ്വൽ ലോണുകളുടെ ലെഡ്ജർ ബാലൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻഡിവിജ്വൽ ലെഡ്ജർ ബാലൻസ് കാണില്ല. പകരം CF ലോൺ ബാലൻസ്, KSBDC ലോൺ ബാലൻസ്, പേൾ ലോൺ ബാലൻസ്, ഇങ്ങനെ ലോണിന്റെ ബാലൻസുകളുടെ ടോട്ടൽ എമൗണ്ട് കാണുകയുള്ളൂ. ഇൻഡിവിജ്വൽ ലോൺ ബാലൻസ് കാണില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഇവിടെ വരുന്ന, അതായത് ഗ്രൂപ്പ് സമ്മറി എടുക്കുന്ന സമയത്ത് ലോൺസ് ആൻഡ് അഡ്വാൻസിൽ വരുന്ന ആ ടോട്ടൽ CF ലോണിന്റെ ബാലൻസ് എത്രയാണ്, ഇത് തന്നെയാണോ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. എന്തെങ്കിലും ഡിഫറൻസ് നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ വന്ന എമൗണ്ടും ഓഡിറ്റ് റിപ്പോർട്ടിലെ എമൗണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. അങ്ങനെ ഓരോ ഫീൽഡും ഓപ്പൺ ചെയ്ത് പിന്നൊക്കത്തിന്റെ ലോൺ, പേൾ ലോൺ ആൻഡ് അഡ്വാൻസ് 25,000 തന്നെയാണോ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലുള്ളത് എന്നുള്ളത് നോക്കുക. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഫർണിച്ചറും ഫിക്സഡ് അസറ്റ് പോലെയുള്ളതിൻ്റെയൊക്കെ എമൗണ്ട് സ്റ്റേബിൾ ആയിരിക്കും. ഫ്രം ഏപ്രിൽ മുതൽ മാർച്ച് വരെ സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ മാർച്ച് ലാസ്റ്റിൽ മാത്രമാണ് ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. ഡിപ്രീസിയേഷൻ ഉള്ളവ എൻ്റർ ചെയ്യുന്നതിന്റെ, ജേർണലൈസ് ചെയ്യുന്നതിന്റെ വീഡിയോസ് തൊട്ടുപുറകെ തന്നെ വരുന്നുണ്ട്. മാർച്ച് 25 കഴിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ചെയ്യുന്നതിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇപ്പം നിലവിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഇടുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ടാലിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തുടർന്ന് ചെയ്യുന്ന എൻട്രീസ് പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരെയുള്ള ഇടപാടുകൾ അതിനകത്ത് കൃത്യമായി പോകുന്നുണ്ടോ എന്നതുകൂടി ചെക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ വിശദമായി കണ്ടതിന് ശേഷം മാത്രം ഓപ്പണിംഗ് എൻട്രീസ് ഇടുക. മിസ്റ്റേക്കുകൾ വരരുത്. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ റിപ്പോർട്ടിന്റെ കോപ്പി എടുത്തു വെച്ച് മാർക്ക് ചെയ്ത് തന്നെ പോകണം. എറർ വരികയാണെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എൻട്രികൾ വല്ലതും മാറിപ്പോവാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എൻട്രി ചെയ്ത് പോകണമെന്ന് അറിയിക്കുന്നു. തുടർന്ന് ഈ മാർച്ച് മാസത്തിലെ ചില എൻട്രീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ തൊട്ടുപുറകെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. മാർച്ചിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു വരവ് ചെലവ് കണക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് എടുക്കുന്ന രീതിയിലുള്ള പ്രാപ്തമാകുന്ന തരത്തിലുള്ള വരെയുള്ള ഫോളോ അപ്പ് ഉണ്ടാവും. അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളോട് ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.